എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവസാന 3 മത്സരങ്ങളിൽ മാത്രം ഇറങ്ങിയ പ്ലേ ഓഫിലും മികച്ച പ്രകടനം നടത്തിയ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ ലാറ ശർമ്മ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ പോകുന്നെന്നാണ് ഇപ്പോൾ മാർക്കസ് മൊർഗലോ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഗോൾ കീപ്പറിനെ 2 ദിവസത്തിനുള്ളിൽ സൈനിങ് പൂർത്തിയാക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് പുതിയ ഗോൾ കീപ്പറിനെ. എന്നാൽ ഇനി പേപ്പർ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കുമെന്നാണ് മാർക്കസ് മൊർഗലോ റിപ്പോർട്ട് ചെയ്യുന്നത്. ലാറ ശർമ്മ അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബായ ബംഗളൂരു എഫ്സിയിലേക്ക് തിരികെ പോകും. അദ്ദേഹത്തെ പെർമനന്റ് ഡീലിൽ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതിയ ഗോൾ കീപ്പറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ കീപ്പർ പുതിയ ഗോൾ കീപ്പർ എത്തുന്നതിന് പുറമെ വേറൊരു ഗോൾ കീപ്പർ കൂടെ എത്തുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ലാറയും കരഞ്ജിത്തും അടുത്ത സീസണിൽ ഉണ്ടാവില്ല. ലാറയ്ക്ക് പകരമാണ് പുതിയ ഗോൾ കീപ്പറിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് തൊട്ട് പിന്നാലെ കരഞ്ജിത്തിന് പകരക്കാരനായി ഒരു ഗോൾ കീപ്പറിനെയും കൂടെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തുതന്നെയായാലും പുതിയ ഗോൾ കീപ്പറിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ മാർക്കസ് മൊർഗലോ റിപ്പോർട്ട് ചെയ്യുന്നത്.